അസ്സലാമലൈക്കും. അലൈക്കും സലാം റഹ്മത്തുള്ള. ഞാൻ നാസറാണ്. ഞങ്ങളോട് കുറച്ച് മുന്നേ സംസാരിച്ചിരുന്നു. പിന്നെ തിരിച്ച് വിളിക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് റേഞ്ചില്ല, അങ്ങനെയല്ല വിളിക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന് വിളിക്കണേ? പൊന്നാനി. ആ ഇപ്പൊ കുറച്ച് ദിവസം ഞാനൊരു വീഡിയോ കണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ഈ ഇമാമിങ്ങളുണ്ടല്ലോ, ഇമാമിങ്ങളെ അംഗീകരിക്കേണ്ടതില്ല, നമുക്ക് നേരെ ഖുർആനോ ഹദീസും മനസ്സിലാക്കിയാൽ മതി എന്നല്ലേ പറയണത്. അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അങ്ങനല്ലേ? ഇമാമിങ്ങളെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എങ്ങനെയാണ്? ഞങ്ങള് ഒന്നുകൂടി കേട്ടാലും മനസ്സിലാവും. ഇമാമിങ്ങളെ അന്ധമായിട്ട് സ്വീകരിക്കേണ്ടതില്ല. ഒരു മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ മുദില്ലാണ്, ലാലാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. അങ്ങനെ അപ്പൊ അവർക്കോടും വിവരം നമുക്ക് വേണ്ട. അവർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ഇത് പറയുള്ളൂ. അവർക്ക് വിവരമുണ്ടോ അവർക്ക് വിവരമല്ലേ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ ചർച്ച. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഹബാണോ? അല്ല, അതല്ല. അവര് ഗവേഷണം ചെയ്ത അത്ര ഒരു ഗവേഷണം ചെയ്യാനുള്ള എന്തെങ്കിലോ കാര്യങ്ങളോ നമുക്ക് ഇപ്പൊ ലഭ്യമാണോ? അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ലഭ്യമാണ്. ലഭ്യമാണോ? ആണ്. അതെങ്ങനെ? അതിനെ കുറിച്ച് പഠനം നടത്തണം. ആരെങ്കിലും പറയുന്നത് മാത്രം കേട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പറയാം. ഇമാം അബു ഹനീഫയാണ് ആദ്യത്തെ ഇമാമ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ ഏത് ഹദീസ് ഗ്രന്ഥാണുള്ളത്? അങ്ങനെയല്ല. ഇന്ന് എത്ര ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആദ്യം അതൊക്കെ പഠിച്ചിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടി കാക്കുവോ? സൊഹൈൽ ബുഖാരി എന്ന് പറഞ്ഞാല് ഇമാം ബുഖാരി ക്രോഡീകരിച്ചതാണ് സൊഹീഹുൽ ബുഖാരി. അത് ഹിജ്റ 300-കളില് ഒക്കെയാണ് അത് ക്രോഡീകരണം നടക്കുന്നത്. ഇമാം അബു ഹനീഫ ജീവിക്കുന്നത്, വഫാത്താവുന്നത് ഹിജ്റ 80-ലോ മറ്റോ ആണ്. ഷാഫി ഇമാം ജനിക്കുന്ന അന്നാണ് ഇമാം അബു ഹനീഫ വഫാത്താവുന്നത് റഹിമുള്ള. അന്ന് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. അത് സ്വഹാബാക്കളുടെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട്. എന്നാൽ താബീങ്ങളിൽ പെട്ട ആളുകളിൽ മുതലാണ് ഈ മദ്ഹബിന്റെ ഇമാമിമാര് വരുന്നത്. ഇമാം അബു ഹനീഫ് ഈ ഹദീസുകൾ എവിടെയാണ്? ഇവര് വിശ്വാസ കാര്യങ്ങളിലല്ല ഫത്വ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ളത്. ഇവര് കർമ്മപരമായ കാര്യങ്ങളിലാണ്. സുന്നത്തിലും ഫിഖഹിലും ഒക്കെയാണ് ഇവർ ഇജ്തിഹാദ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തില് ഹദീസുകൾ എന്നുള്ളത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് വ്യാപിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിൽ നടന്ന ആ ഒരു ഖുതുബയിലെ ഇത് എത്തിയവർ എത്താത്തവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞപ്പോ കുതിര എങ്ങോട്ടാണോ തിരിഞ്ഞേക്കുന്നത് അങ്ങോട്ട് പോയ സ്വഹാബികളുണ്ട്. ഒട്ടകം എങ്ങോട്ടാണോ തിരിഞ്ഞേക്കുന്നത് അങ്ങോട്ട് പോയ സ്വഹാബികളുണ്ട്. അത് പിന്നീട് ക്രോഡീകരണം നടക്കുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 5ാം ഖലീഫ എന്ന സ്ഥാനപ്പേരാണ്. 5ാം ഖലീഫ അല്ല, അത് ഹിജ്റ 300-ലാണ്. ഈ ഹിജ്റ 300-ൽ ജീവിച്ച ഒരു ഇമാമേ ഉള്ളൂ. അത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയാണ്. ഓക്കെ. അതിനു മുമ്പേ ജനിച്ച് ജീവിച്ച് വഫാത്തായി പോയ 3 ഇമാമുകൾ വേറെ ഉണ്ട്. ഉണ്ടല്ലോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയാണ് 4ാമത്തെ മദ്ഹബിന്റെ ഇമാമ്. അപ്പൊ അതിന്റെ മുമ്പേ 3 ഇമാമുമാരും ജനിച്ച് ജീവിച്ച് വഫാത്തായി പോയിട്ടുണ്ട്. അവർക്ക് ക്രോഡീകരിച്ച രൂപത്തിൽ ഇപ്പോ ഇന്ന് നമുക്ക് സിഹാഉൽ സിത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം കിട്ടും. ഹദീസുകളുള്ള സിഹാഉൽ സിത്ത. അത് ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, അബൂ ദാവൂദ്, നസായി, ഈ 6 ഇമാമുമാരുടെ സ്വഹീൽ ജാമിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളുള്ള സിഹാഉൽ സിത്ത. ഇതല്ലാണ്ട് തന്നെ വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഈ ഹദീസുകളൊക്കെ ഹിജ്റ 300-ന് ശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടത്. ലോകത്തിന്റെ പല ഭാഗത്ത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ ചേർന്നിട്ട് അവര് ഹദീസ് ക്രോഡീകരണത്തിന് നടക്കുന്ന ചരിത്രമൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും.
അപ്പൊ അങ്ങനെ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ഇപ്പോ ചുരുക്കം ഒരു കാര്യം പറഞ്ഞുതരാം. ഇമാമ് നിങ്ങൾ ഷാഫി മദ്ഹബുകാരനല്ലേ? ആ, ഇമാമ് അതായത് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് വലദ്വാലി എന്ന് പറഞ്ഞാല് ആമീന്ന് ഉറക്കെ പറയണോ അതോ ആവശ്യം കേട്ടോണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് ഇവര് തമ്മിൽ വൈരുദ്ധ്യം വന്നത്? ഒരാള് ഉറക്കെ പറയരുതെന്ന് പറഞ്ഞു, ഒരാൾ ഉറക്കെ പറയണമെന്ന് പറഞ്ഞു. അതെ, എങ്ങനെയാണ് ഈ വൈരുദ്ധ്യം വന്നത്? ആ വൈരുദ്ധ്യം വരാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഉറക്കെ പറയണേ, അത് ഉറക്കെ പറയണം എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അത് ഇമാം അബൂ ഹനീഫക്ക് കിട്ടിയില്ല. എന്നാൽ മറ്റു 3 ഉറക്കെ പറയണം അല്ല, പതുക്കെ പറയണം എന്നുള്ള ഹദീസ് അല്ല. ഇമാമിനേക്കാൾ മാമൂമിന്റെ ശബ്ദം ഉയരരുത് എന്നുള്ളതാണ് അവിടുത്തെ ഇജ്തിഹാദായിട്ട് ഇമാം അബൂ ഹനീഫ പറയുന്നത്. ഇമാമിനേക്കാൾ ശബ്ദം ഉയരരുത്. അതെ. അപ്പോ ഇമാം ഷാഫി റഹിമഹുല്ലാക്ക് ആ ഹദീസ് കിട്ടി, അത് റസൂലുള്ള പറഞ്ഞ ഹദീസാണ്. അപ്പൊ അപ്പോഴേക്കും ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല വഫാത്തായി പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ അതിൽ ഒരു ഫത്വ പറഞ്ഞതോ അല്ലെങ്കിൽ അതിൽ നിരൂപണം നടത്തിയതോ ഇജ്തിഹാദ് നടത്തിയതിനോ അദ്ദേഹം തെറ്റുകാരനല്ല. അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ഇജ്തിഹാദ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഹദീസ് കണ്ടപ്പോ ഇന്നത്തെ സമസ്ത വിഭാഗത്തിലുള്ള ആളുകളെ പോലെ ഇമാം അല്ലെങ്കിൽ ഹനഫിയാക്കൾ പറയുന്ന പോലെ അബൂ ഹനീഫ ഇമാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഉറക്കെ പറയില്ല എന്നല്ല ഈ ഇമാം അബൂ ഹനീഫ എന്ന് പറയുന്ന പണ്ഡിതനെ കുറിച്ച് പഠിച്ച ഷാഫി ഇമാം പറഞ്ഞത്. ഷാഫി ഇമാം റഹിമഹുല്ല പറഞ്ഞത് അത് ആ ഒരു ഹദീസിനേക്കാൾ അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തെക്കാൾ തെളിവിന് ഒരു ഹദീസ് ഉണ്ട്, സ്വഹിയായ ഹദീസ് ഉണ്ട്. അപ്പോ ആമീൻ ഉറക്കെ പറയണം എന്നുള്ളതാണ്. അപ്പോ എന്ത് സംഭവിച്ചു? ഒരു തമ്മിൽ വൈരുദ്ധ്യമായി. സത്യത്തിൽ അവിടെ എന്താണ് സ്വീകരിക്കേണ്ടത്? ഞാൻ അതിലൊരു ആ മുസ്ലിയാർ ഒരു ആയത്ത് മുറിച്ചു ഓതിയില്ലേ, ആ ആയത്ത് വിശദീകരിച്ചപ്പോ അവിടെ പറയുന്നത് എന്താണ്? എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഉമറാക്കളില് ഭിന്നാഭിപ്രായം ഉണ്ടായാൽ അത് നിങ്ങള് ഫർദുഹു ഇലല്ലാഹി വറസൂൽ എന്നാണ്, അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹനഫി ഇമാം പറഞ്ഞ് ഞങ്ങൾ മുറുകെ പിടിക്കും, ഞങ്ങൾ അത് അന്ധമായിട്ട് എടുക്കും എന്നല്ല പറയേണ്ടത്. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷാഫി ഇമാമു പറഞ്ഞതാണ് അതിന്റെ സത്യമെന്ന് മനസ്സിലാക്കി സ്വീകരിക്കാണ് വേണ്ടത്. അപ്പൊ എന്താ ചെയ്തത്? ഇവിടെ ഹനഫി ആക്കൾ എന്ന് പറയുന്ന ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നവര് ഹനഫി ഇമാമിനെയും തള്ളി, ഷാഫി ഇമാമിനെയും തള്ളി. ആരപ്പോ തള്ളിയിരിക്കണേ? ഇത് പറഞ്ഞ ഞാനാണോ തള്ളിയിരിക്കണത്, അതോ ഇത് പറഞ്ഞ ഹനഫിയാക്കളാണോ തള്ളിയത്? ഹനഫിയാക്കൾ എങ്ങനെ തള്ളിയെന്നറിയോ? എന്റെ അഭിപ്രായം, ഈ മദ്ഹബ് എന്ന് പറഞ്ഞ അഭിപ്രായം എന്നാണ്, അല്ലാതെ അത് ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമൊന്നുമില്ല. അപ്പോ എന്റെ മദ്ഹബിന് മുകളിലായിട്ട് സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞ 4 ഇമാമുമാര് പറയുന്നറിയോ? ഇമാം ഹനീഫ, അബു ഹനീഫ അവരെ സ്വീകരിച്ചിട്ടുള്ള ഹദീസ് സ്വീകരിച്ചോട്ടെ, സ്വീകരിക്കാത്തവര് ഷാഫി ഇമാമിനെ സ്വീകരിച്ചോട്ടെ. അങ്ങനെ പറ്റൂല. അത് ഖുർആൻ ആയത്തിന് എതിരാണ്. ഖുർആനിൽ എന്താ പറഞ്ഞത്? അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കാനാ പറഞ്ഞത്. ഒരു ഇമാമ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം കംപ്ലീറ്റ് ആ ഇമാമിനല്ലേ വരിക? അതിന്റെ യഥാർത്ഥ വിധി എന്താണെന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ? അപ്പോ ഇനി 4 മദ്ഹബിലും 4 വിധത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. നായി തൊട്ടാല് കഴുകേണ്ട വിഷയത്തിൽ 4 മദ്ഹബ് 4 വിധത്തിലാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോ അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മള് ഹനഫി ഇമാമു പറഞ്ഞു ഹനഫിയാക്കൾ അതിർത്തോട്ടെ, ഷാഫി ഇമാമു പറഞ്ഞു ഷാഫിയാക്കൾ അതിർത്തോ, അങ്ങനെയല്ല. ഖുർആനും സുന്നത്തിനും അനുകൂലമായിട്ട് ആരെന്ത് പറഞ്ഞോ അത് നമ്മൾ എടുത്തു. അപ്പൊ ഇമാമിങ്ങൾ ഖുർആനും ഹദീസിനും വിരുദ്ധമായി പറയുന്ന, ഖുർആനും ഹദീസിന് വിരുദ്ധമായിട്ട് പറഞ്ഞ കാര്യമല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതിനവര് തെറ്റുകാരല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത്. ഇതെന്താണെന്നറിയോ? കുറച്ചൊരു ആവറേജ് ബുദ്ധിയുള്ള ആളുകൾക്കേ ഉള്ളൂ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ആ ഹദീസ് കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഇജ്തിഹാദ് ചെയ്ത കാര്യത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല. പക്ഷെ അദ്ദേഹത്തെ അന്ധമായിട്ട് ഒരു നിലവാരവും ഇല്ലാതെ ഈ ഹദീസ് കണ്ടിട്ട് പോലും ഹനഫിയാക്കൾ അങ്ങനെ അമീം എന്നുള്ളത് ഉറക്കെ പറയുന്നില്ലെങ്കിൽ അത് ഹദീസ് തള്ളുന്നതിന് സമമാണ്. ഏതാണ് സ്വീകരിക്കേണ്ടത്? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ആ ഹദീസ് കിട്ടിയില്ല,
എന്ന് വെച്ചിട്ട് ആ ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം വഫാത്തായി പോയി. അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നു ഈ ഹദീസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇമാം അബൂ ഹനീഫ പറയുമായിരുന്നു, ആ ഹദീസാണ് സ്വീകരിക്കേണ്ടത്, എന്റെ കൗലാണ് തള്ളേണ്ടത്. അതിന് തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഇമാമുന ഷാഫി റഹിമുള്ളാക്ക് 2 കൗലുണ്ട്. ഒന്ന് കൗല് ഖദീമാണ്, ഒന്ന് കൗല് ജദീദാണ്. അതെങ്ങനെ വന്നത്? മുൻപ് പഠിച്ചു വെച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അറിവുകൾ കിട്ടി, തള്ളി. അതേപോലെ ഒരു കൗലായിക്കൊണ്ട്, കൗല് ഖദീമായിക്കൊണ്ട് ഇത് ഇമാം അബൂ ഹനീഫ റഹിമുള്ള തള്ളുമായിരുന്നു ഈ ഹദീസ് അദ്ദേഹം കണ്ടിരുന്നുവെങ്കിൽ. കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? പിന്നെ ഇനി അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞൊരു ആയത്തുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് ഒട്ടകപ്പുറത്ത് ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ആയത്താണ്. അതിൽ പറയുന്നത് അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീന് പരിപൂർണമായും സംതൃപ്തപ്പെട്ട് തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലേ? ഇനി ഇതിലേക്ക് മതബ് വരുന്നുണ്ട് അങ്ങനെ പറയോ? ഇനി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരാണ്ട് പോകുന്നില്ല. അതേപോലെ തന്നെ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പോകുന്നില്ല. അപ്പോ റസൂലുള്ള ഈ ഒരു മദ്ഹബിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്ട് വഞ്ചന കാണിച്ചു എന്നല്ലേ ഇപ്പൊ ഈ മദ്ഹബിന്റെ ആളുകൾ വാദിക്കുന്നത്? ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് ഉപേക്ഷിച്ചു പോകുന്ന കാര്യം എന്താണ്? കിതാബുല്ലാ വസുന്നത്ത് റസൂലുള്ള. കിതാബുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനാണ്. സുന്നത്ത് റസൂലുള്ള എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്, പ്രവൃത്തിയാണ്, മൗനാനുവാദങ്ങളാണ്. ഇനി റസൂലുള്ള അവിടെ നമ്മളോടൊരു കളവ് വഞ്ചന കാണിച്ചു എന്നല്ലേ ഈ മദ്ഹബിന്റെ ആളുകൾ പറയുന്നത്. അതായത് ഒരു മദ്ഹബ് സ്വീകരിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധ ബാധ്യതയാണ്, അല്ലെങ്കിൽ മുല്ലിലാണ്, മുർത്തദ്ദാണെന്ന് അതെ. അപ്പൊ ദീൻ എവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. അതെ. അപ്പൊ നമ്മൾ അള്ള പറഞ്ഞതാണോ അള്ളാന്റെ റസൂൽ പറഞ്ഞാണോ കാക്കു സ്വീകരിക്കണ്ടേ? അള്ളാന്റെ റസൂലും പറഞ്ഞത് തന്നെ പറയണം. അവിടെ ഇനിയിപ്പോ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇത്രയൊന്നും സംസാരിക്കണ്ട. കാക്കുന്റെ പേരെന്താ? നാസർ. ഓക്കെ. നാസർ സംസാരിച്ചിരുന്നു. അതിന്റെ ശേഷം ഉള്ള ആയത്ത് ഓതലില്ലാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഓദിച്ചതാന്നൊക്കെ പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചപ്പോ കിട്ടിയില്ല. അതേതാ വിഷയം എന്ന് പറയാം. ഇതൊന്നും വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. അതായത് ഇത് ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാക്കു ആ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ മറുപടി ഉണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ഓതിയ സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്ത് എങ്ങനെ ഓതിയത് നിങ്ങൾ കേട്ടില്ലേ? വൗലിൽ അംറി എന്നാണ് പറഞ്ഞിട്ട് നിർത്തി. അങ്ങനെ ഒരു ആയത്തില്ല. അത് വൗലിൽ അംറി മിൻകും ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് തുടർന്ന് പോകുന്ന ഒരു ആയത്താണ്. പൂർണ്ണമായിട്ട് ഓതാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നേരെ കേട്ടെ. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംറി എന്നാണ് മൂപ്പര് ഓതിയത്. ഇതുകൊണ്ട് നമുക്ക് എന്താ അർത്ഥമാകുക എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ്, അള്ളാഹനെ അനുസരിക്കണേ, വഅത്തിയുർ റസൂല, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണേ, വഉലിൽ അംറി, നിങ്ങൾ കൈകാര്യകർത്താക്കളെയും. അവിടെ എന്തിനാണെന്നറിയോ? എന്നാ കേൾക്കും, അതിന്റെ വാക്യം കൂടി കേൾക്കും. ഈ വൗലിൽ അംറി മിൻകുന്നുണ്ട്, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ. അവരിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടായാലും നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാ അയാൾ കട്ടത്? ഇനി വേറൊരു കാര്യം, വേറെ 2 ആയത്തുകൾ അദ്ദേഹം ഓതി. ഒന്ന് സൂറത്ത് അംബിയയിലെ ആയത്താണ്, ഒന്ന് സൂറത്ത് നഹ്ലിലെ ആയത്താണ്. ഈ 2 ആയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണു, നിങ്ങൾക്ക് ഖുർആന്റെ പരിഭാഷ എടുത്ത് നോക്കാൻ കഴിയുമെങ്കിൽ അത് സമസ്ത വിഭാഗങ്ങൾ എഴുതിയ കൂറ്റനാടിന്റെയോ അല്ലെങ്കിൽ സമസ്തയുടെ ഏതെങ്കിലും പരിഭാഷ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിന്റെ തഫ്സീർ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. ആ 2 ആയത്തുകളും അഹ്ലുൽ കിതാബ്, അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ കിതാബാണ്. അഹ്ലുൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻപ് വേദം നൽകപ്പെട്ടവരാണ്. അത് ജൂത നസാറാക്കളാണ്. അവരോട് ചോദിച്ചു നോക്ക്, മലക്കുകളിൽ നിന്നോ ജിന്നുകളിൽ നിന്നോ പ്രവാചകനെ ഇറക്കിയിട്ടില്ല എന്നുള്ളത് ഒരായത്തിൽ പറയണത്. അവരോട് ചോദിച്ചു നോക്ക്, പുരുഷന്മാരല്ലാണ്ട് ഇതിനു മുമ്പ് പ്രവാചകന്മാരെ ഇറക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരായത്തിൽ പറയുന്നു. ഇതെന്തിനാ അദ്ദേഹം ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടിമാറ്റി പറഞ്ഞത്? അത് ആ 3 ആയത്ത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അയാൾ പറഞ്ഞ ബാക്കിയുള്ള മുഴുവൻ കള്ളമാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അവിടെ ഞാൻ നിങ്ങളെ സംസാരിക്കാൻ അയക്കാതെ പറയല്ല, ഇതൊന്ന് പൂർത്തീകരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞാൻ പറഞ്ഞൊരു ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മദ്ഹബിനെ അന്ധമായി തഖ്ലീദ് ചെയ്യണം എന്നുള്ള കാര്യത്തില് വീഡിയോയിൽ പറഞ്ഞത് ഒരായത്തില യൗമുൽ ഖിയാമ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ്. ഒരായത്തും കൊണ്ടുവരാൻ കഴിയില്ല, ഒരു സ്വഹീഹായ ഹദീസും കൊണ്ടുവരാൻ കഴിയില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് അങ്ങനെ ഉരുത്തിരിഞ്ഞതാണ്. എന്നാൽ 4 മദ്ഹബിന്റെ ഇമാമുമാരെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അവർ പറഞ്ഞ നിരൂപണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചാലുള്ള നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും തമ്മിൽ 54 കൂടുതൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോ ഞാൻ ഇനി വേറൊന്ന് അതിൽ ആ വീഡിയോയിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ കാക്കോ, ഈ തൽക്കീൻ ചെല്ലുമ്പോ എന്തിനാണ് ഈ ഇമാമ് ഖുർആനാന്ന് പറയുന്നത്, അതുവരെ ഷാഫി ഇമാമാന്ന് പറഞ്ഞിട്ട്? ഉത്തരല്ലോ. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. അല്ല, അതിനൊരു മറുപടി പറയും. അതായത് മരിക്കോളം നമ്മളെടുത്ത് പറയും നമ്മൾ ഷാഫി മദ്ഹബാണ്, നമ്മളെ ഇമാമ് ഷാഫിയാണെന്ന് പറയും. മരിച്ചു കഴിഞ്ഞിട്ട് കവറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് അപ്പൊ എന്താ പറയണത്? ഖുർആനാണ് ഇമാമ്. അത് വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ആരാ വൈരുദ്ധ്യം പറയണത്? നമ്മളെ ഇമാമ് ഷാഫി എന്ന് പറഞ്ഞല്ലോ, നമ്മളെ ഇമാമ് ഖുർആൻ തന്നെയാണ്. ഒരു സംശയമൊന്നുമില്ല. നമ്മക്ക് ജീവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കാത്ത പ്രവർത്തനപരമായ കാര്യങ്ങള് എല്ലാം തന്നെ വിശ്വാസപരമായ കാര്യങ്ങള് അച്ചട്ടായിട്ടുണ്ട്. ഇവിടെ വിശ്വാസപരമായ കാര്യങ്ങള്, ഇനി പ്രവർത്തനപരമായ കാര്യങ്ങൾ എല്ലാവരും കാണില്ല. പരിശുദ്ധ അലൈഹി സ്വലമയുടെ മൊഴിമുത്തുകളിലും ഉണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കാക്കൂന് മനസ്സിലായോ? മനസ്സിലായി. അത്രേ ഉള്ളൂ. അതായത് നമ്മളെ പറ്റിച്ചിരിക്കാണ് നാസർ സാഹിബ്. ഞാനും ഈ ഇവരുടെ ഈ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ, ഞാൻ ഇപ്പൊ എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ജീവിക്കുന്ന അറിയില്ല. പക്ഷെ ഈ ഏറ്റവും കൂടുതൽ കാലവും ഇവരുടെ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിച്ച ആളാണ്. പഠിക്കാൻ ശ്രമിച്ചപ്പോ, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോ നമുക്ക് മനസ്സിലായ സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ. ഇവരാരും തിരുത്താൻ വരാത്ത, നിങ്ങളിപ്പോ പല ആളുകളും വിളിക്കുന്നുണ്ട്. മൂല്യന്മാർ 1-2 വിളിച്ചിരുന്നു, ഇപ്പൊ ഒരാളും വിളിക്കുന്നില്ലല്ലോ. എന്താണത്? ആളുകൾക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് സ്ഥാപിക്കാലോ. എന്താ അവര് വിളിക്കാത്തത്? അവർക്ക് വിളിക്കാൻ കഴിയില്ല. അവര് പറയുന്നത് കളവാണ് എന്നുള്ളത് എന്നേക്കാൾ ബോധ്യം അവർക്കുണ്ട്. എനിക്ക് പഠിച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ. ഒരിക്കൽ പറയുമ്പോ തന്നെ കള്ളത്തരാണെന്നുള്ളത് അറിയാം. ഒരു പഠിച്ചിട്ടാണ് പറയണത്. പിന്നെ എന്തിനാണ് ഈ നല്ല ഇതല്ലല്ലോ, നല്ലൊരു രീതിയില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്. ആ കള്ളം സത്യാന്ന് ജനങ്ങളോട് പറഞ്ഞത് ശരിയായ രീതിയില്ലല്ലോ. അതില് കാര്യണ്ട്. ആ കാര്യം എന്താന്ന് പറയട്ടെ. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഇത് ഖുർആൻ ആയത്താണ്. ഇതിന്റെ അർത്ഥങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കൽ തുടങ്ങും. പിന്നെന്തിനാ പോലെ, പിന്നെന്തിനാ ചാരങ്ങള്? അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും അടിമക്കും ഇടയിൽ മറയിടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇറങ്ങിയിട്ടുള്ളത്. ഇവരെന്തെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നേവരെ കേട്ടിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, അല്ലെങ്കിൽ എന്ത് വിശ്വസിക്കണം, എന്തിലേക്ക് പോകരുത് എന്നെല്ലാം, ഒരു രാജാവ് എങ്ങനെ രാജ്യഭരണം നടത്തണം, ഒരു കുടുംബനാഥൻ എങ്ങനെ കുടുംബം നയിക്കണം, ഒരു മകൻ എങ്ങനെ വാപ്പാൻ അനുസരിക്കണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഈ ഒരു ഖുർആനിൽ 6000 ചില്ലാൻ ആയത്തുണ്ട്, 6230 ചില്ലാൻ ആയത്തുണ്ട്. ഈ ആയത്തിൽ നിന്ന് ഒരായത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് ഇത് വിശദമാക്കിയിട്ട് ഒരു പറഞ്ഞല്ലോ ഉണ്ട്. 1-2 ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം. ഏതെന്നറിയോ? സൂറത്ത് യൂനുസിലത്തെ ഒരു ആയത്തുണ്ട്, റസൂലുള്ളാഹിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളത്. റസൂലുള്ള ഈ ഭൂമിയിലേക്ക് വന്നതിന് നിങ്ങൾ സന്തോഷിക്കുക. രണ്ടാമത്തെ പിന്നെ അത് നബിദിനം ഉണ്ടാക്കാനാണ്. നബിദിനം എന്തിനാണ്? മൗലൂദ് നിലനിർത്താനാണ്, മൗലൂദ് ജീവൻ കൊടുക്കാനാണ്. ഇനി വേറൊരു ആയത്തുണ്ട്, അതേതാ പറയാന്നറിയോ? അത് സൂറത്ത് മാഇദയിലെ നിങ്ങൾ ആരെ സഹായിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്ത് പറയലുണ്ട്. അതൊക്കെ നമ്മള് ഓല ആയത്ത് ഓതുമ്പോ നമ്മൾ വേറെ അതേ വലിയ, അതേ നസീർ, അതേ സഹായി എന്ന് വരുന്ന ആയത്തുകൾ വേറെ ഇവർക്ക് ഒതുക്കി കൊടുക്കലുണ്ട്. ഇവര് മുണ്ടൂല. അപ്പൊ സാഹിബേ ഇത്രേ ഉള്ളൂ. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതവരുടെ ജോലിയും ബിസിനസ്സുമാണ്. നിങ്ങള് നിങ്ങളുടെ ദുനിയാവ് രക്ഷിച്ചെടുക്കാനാണ് ഓലി കാത്തത്. അതിലൂടെ ആക്രം കൂടി കളഞ്ഞു കുളിക്കുകയാണ്. നിങ്ങള് പരിശുദ്ധ ഖുർആൻ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ
ഹദീസ് ഒരു ദിവസം ഒരായത്ത് പഠിക്കുക, ഒരു ഹദീസ് പഠിക്കുക. അൽഹംദുലില്ലാ, നാളെ അള്ളാനെ കണ്ടെത്തുന്ന സമയത്ത് നമ്മള് വഴിവിളച്ചവരുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കതാണ് കാക്കുവിന്റെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ.